ഇപ്പോൾ ഇന്ത്യ ടുഡേയുടെ ലേഖൻ എം ജി അരുൺ നമുക്കൊപ്പം ചേരുന്നു. എം ജി അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, ഇത് നല്ല പ്രഭാതമല്ല. എനിക്കറിയാം ഇന്ത്യ ടുഡേയാണ് ഈ വാർത്ത ബ്രേക്ക് ചെയ്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ബാരാമതിയിലെ ഈ ആക്സിഡൻറ്റ് സ്പോട്ടിലെത്തി ആദ്യ റിപ്പോർട്ടും ഇന്ത്യ ടുഡേയാണ് നൽകിയത്. ഈ ഈ ഈ അപകടത്തെക്കുറിച്ച് അരുണിന് കൂടുതൽ എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? നമുക്കിപ്പോൾ അറിയാവുന്നത് ഫ്ലൈറ്റിൽ 5 പേർ, പ്ലെയിനിൽ 5 പേരുണ്ടായിരുന്നു. അതൊരു സ്വകാര്യ വിമാനമായിരുന്നു. അത് അദ്ദേഹം ക്യാമ്പയിൻ ആവശ്യങ്ങൾക്കായിട്ട് ബാരാമതിയിലേക്ക് പോയതാണ്. ഇന്നലെ വൈകുന്നേരം വരെ അദ്ദേഹം മുംബൈയിലുണ്ടായിരുന്നു. ക്യാബിനറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം ബാരാമതിയിലേക്ക് പോയതാണ്. അപ്പോൾ വിമാനം തകർന്നു. അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ അറിയാം, അത് വളരെ ദാരുണമായിട്ടുള്ള ഒരു തകർച്ചയായിരുന്നു. അവിടെ നിന്ന് 5 പേരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആരും രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു സ്ഥിരീകരണമാണ് വരുന്നത്. ഇതിപ്പോൾ ഏവിയേഷൻ മിനിസ്ട്രി പുറത്തുവിട്ട വിവരപ്രകാരം 5 പേരും മരിച്ചു എന്നാണ്. അതിൽ നിന്നാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു അജിത് പവാറും ധരിച്ചു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ കിട്ടുന്നത്. അല്ലാതെ ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. അത് കൂടുതൽ വിവരങ്ങൾക്കായിട്ട് നമ്മളും വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ മനസ്സിലാക്കുന്ന അനുസരിച്ച് എം ജി അരുണിന് ഇദ്ദേഹമായിട്ട് നല്ല വ്യക്തിബന്ധം ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെയായിരുന്നോ? നിങ്ങൾക്ക് നല്ല അടുപ്പമുണ്ടായിരുന്നോ? വ്യക്തിബന്ധം എന്നുള്ളതല്ല, പക്ഷേ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഒരു വളരെ അതികായനായിട്ടുള്ള ഒരു ആള് തന്നെയായിരുന്നു അജിത് പവാർ. അത് ഒരേ സമയം തന്നെ ആളുകൾ ഇഷ്ടപ്പെടുകയും അതേസമയം തന്നെ വെറുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരവസ്ഥ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം പ്രത്യേകിച്ചും ശരത് പവാറിൽ നിന്ന് അദ്ദേഹം മാറി സ്വന്തമായിട്ട് പാർട്ടി രൂപീകരിക്കുമ്പോൾ ഒരുപാട് തീർപ്പും മറ്റും സ്വാഭാവികമായിട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. അത് ബാരാമതി എന്ന് പറയുന്ന സ്ഥലത്ത് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമല്ല. മഹാരാഷ്ട്രയിലൊക്കെ അജിത് ദാദാ പവാർ, ദാദ എന്നുള്ളൊരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു വിളിയാണ് മഹാരാഷ്ട്രക്കാർ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ശരത് പവാറുമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ വളരെ പ്രശ്നങ്ങളിലൂടെ പോയെങ്കിലും പിന്നീട് വ്യക്തിപരമായിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു ബന്ധമുണ്ടായിരുന്നു. അവർ പലപ്പോഴും പല ഫാമിലി ഫംഗ്ഷനും ഒക്കെ അവരൊരുമിച്ച് പോകാറുണ്ടായിരുന്നു. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു അപകടം ഇത് മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയത്തെ തന്നെ പിടിച്ച് കുലയ്ക്കുന്ന ഒരു സംഭവമാണ്. NCPയുടെ ഭാവി, NCP എന്ന് പറയുന്ന പാർട്ടി ഇപ്പോൾ മഹായുതി എന്ന ഭരണകക്ഷിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന NCP, അജിത് പവാർ പക്ഷം. അപ്പോ NCPയുടെ ഭാവി തന്നെ പിന്നെ അനിശ്ചിതത്തിലാവുന്ന രീതിയിലുള്ള ഒരു വലിയൊരു സംഭവമായിട്ടാണ് ഇതിനെ കാണാൻ പറ്റുന്നത്. എം ജി അരുൺ നമുക്കൊപ്പം ഈ അവസരത്തിൽ ചേർന്നതിനെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.